നമസ്കാരം. എല്ലാ പ്ലസ് ടു തുല്യതാ പഠിതാക്കളെയും ഒരു പ്ലസ് ടു സോഷ്യോളജി ക്ലാസ്സിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട 3 ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് പ്ലസ് ടു തുല്യതാ സോഷ്യോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിലെ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം എസ് ക്വസ്റ്റ്യൻ ആണ്. എസ് അല്ലെങ്കിൽ ഷോർട്ട് എസ് ആയിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഇത്തവണയും നമ്മുടെ ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുല്യതാ സോഷ്യോളജി പരീക്ഷയിൽ വരാനിരിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു ചോദ്യോത്തരമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യ ചോദ്യം, ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം? ചോദ്യം ആവർത്തിക്കുന്നു. ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. ഇത് ഗ്രീൻ റെവല്യൂഷനാണ്. ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവവും അതിൻ്റെ കോൺസിക്വൻസ്, അതായത് പ്രത്യാഘാതങ്ങൾ, ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്ക് രണ്ടാം ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 67 ഉത്തരമുള്ളത്. ബുക്ക് നമ്പർ 2 പേജ് നമ്പർ 67 ബുക്ക് നമ്പർ 2 പേജ് നമ്പർ 67. നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ചോദ്യം, ഹരിത വിപ്ലവം എന്നാൽ എന്ത്? അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവത്തെയാണ് ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത്. കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം. കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം. ഒരു കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 പോയിന്റ് പഠിച്ചു. കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം. ഒരു കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകി. ഈ വിപ്ലവപ്രകാരം കീടനാശിനികൾ, രാസവളങ്ങൾ എന്നിവയ്ക്ക് സഹായ വില കർഷകർക്ക് നൽകി. കീടനാശിനികൾ, രാസവളങ്ങൾ എന്നിവയ്ക്ക് സഹായ വില കർഷകർക്ക് നൽകി. കാർഷിക വായ്പകൾ അനുവദിച്ചു. ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകി. ഇതൊക്കെ എന്താണ്? ഈ നടപടികളൊക്കെ ഹരിത വിപ്ലവത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം. കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം. പിന്നെ കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം. ഒരു കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം. 1960-കളിലുണ്ടായ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. 1960-ലുണ്ടായ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. ഇപ്പോൾ 3 പോയിന്റ് പഠിച്ചല്ലോ. കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം. ഒരു കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം. 1960-കളിലുണ്ടായ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. 1960-കളിലെ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. പിന്നെ കീടനാശിനികൾ, രാസവളങ്ങൾ എന്നിവയ്ക്ക് സഹായ വിലക്ക് കർഷകർക്ക് നൽകി. കീടനാശിനികൾ, രാസവളങ്ങൾ എന്നിവ സഹായ വിലക്ക് കർഷകർക്ക് നൽകി. കാർഷിക വായ്പകൾ അനുവദിച്ചു. ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് വാങ്ങാമെന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകി. ഇതൊക്കെ ഹരിത വിപ്ലവത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ. ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നോക്കുന്നു. പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസ് ആണ് നോക്കുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. ഹരിത വിപ്ലവം ഇടത്തരം കർഷകർക്കും വൻകിട കർഷകർക്കും മാത്രമാണ് പ്രയോജനപ്പെട്ടത്. ചെറുകിട കർഷകർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചില്ല. ഇപ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. വൻകിട കർഷകർക്കും ഇടത്തരം കർഷകർക്കും മാത്രമാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഫലം ലഭിച്ചത്. ചെറുകിട കർഷകർക്ക്, സാധാരണ താഴ്ന്ന നിലയിലുള്ള, അതായത് ചെറുകിട കർഷകർക്ക് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചില്ല. ഹരിത വിപ്ലവത്തിൻ്റെ ഫലം ആർക്കാണ് ലഭിച്ചത്? വൻകിട കർഷകർക്കും ഇടത്തരം കർഷകർക്കും മാത്രമേ ഹരിത വിപ്ലവത്തിൻ്റെ ഫലം ലഭിച്ചുള്ളൂ. ചെറുകിട കർഷകർക്ക് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ ലഭിച്ചില്ല. അതാണ് ഒരു പോയിന്റ്. പിന്നെ ചിലവേറിയ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് ചെറുകിട കർഷകർക്ക് സാധിച്ചില്ല. ഈ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താൻ ആർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത്? ചെറുകിട കർഷകർക്ക് കഴിഞ്ഞില്ല. പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്ക് ഉണ്ടായിരുന്നില്ല. പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്ക് ഉണ്ടായിരുന്നില്ല. അസമത്വങ്ങൾ രൂപം കൊണ്ടു. വൻകിട കർഷകർ വിപണിയെ ലക്ഷ്യമാക്കി ഉൽപ്പാദനം നടത്തി. എന്നാൽ ചെറുകിട കർഷകർ ഉപജീവന കൃഷി മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ചെറുകിട കർഷകർ
ഉപജീവന കൃഷി മാത്രമാണ് നടത്തിയിരുന്നത്. സമ്പന്ന കർഷകർ കൃഷിയിൽ നിന്നും ലാഭമുണ്ടാക്കി. എന്നാൽ ദരിദ്ര കർഷകർക്ക് ദരിദ്രമായിരുന്നു. ദരിദ്ര കർഷകർ ദരിദ്രരായി തുടർന്നു. സമ്പന്ന കർഷകർ കൃഷിയിൽ നിന്ന് വൻ ലാഭമുണ്ടാക്കി. എന്നാൽ ദരിദ്ര കർഷകർ ദരിദ്രരായി തന്നെ തുടർന്നു. കുടിയാന്മാരെ കൃഷിഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിന് ഇടവരുത്തി. ഉഴവ്, മെതി, കൊയ്ത്ത് എന്നീ സേവന ജോലികൾ യന്ത്രങ്ങൾ ഏറ്റെടുത്തു. ഇത്തരം സേവന ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ തൊഴിൽ നഷ്ടമായതോടെ നഗരങ്ങളിലേക്ക് കുടിയേറി. ഇതോടെ നഗര കുടിയേറ്റം വർദ്ധിച്ചു. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. തൊഴിലാളികൾക്ക് കൂലി സാധനങ്ങൾക്ക് പകരം പണമായി നൽകാൻ തുടങ്ങി. ഉൽപ്പന്നങ്ങളുടെ വിളനാശവും കർഷകരെ സാമ്പത്തികമായി തകർത്തു. പ്രാദേശിക അസമത്വങ്ങൾക്ക് വഴിയൊരുക്കി. ചില പ്രദേശങ്ങളിൽ പുരോഗതിയും വികസനവും ഉണ്ടായി. എന്നാൽ മറ്റു ചില പ്രദേശങ്ങളിൽ വല്ലാത്ത മുരടിപ്പാണ് ഉണ്ടായത്. ചില പ്രദേശങ്ങളിൽ പുരോഗതിയും വികസനവും ഉണ്ടായി. എന്നാൽ മറ്റു ചില പ്രദേശങ്ങൾ മുരടിച്ചു. ബീഹാർ രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗങ്ങൾ, കിഴക്കൻ ഉത്തർപ്രദേശ്, തെലുങ്കാന എന്നിവിടങ്ങളിൽ ഫ്യൂഡൽ കാർഷിക ഘടന മാറ്റമില്ലാതെ തുടർന്നു. പരമ്പരാഗത കൃഷിരീതികൾ കൃഷിഭൂമികൾ ഉപയോഗശൂന്യമായി. അതുപോലെ ജനിതക മാറ്റം വരുത്തിയ വിളകളും വീര്യം കൂടിയ കീടനാശിനികളും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കി. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ്സേയിൽ ഒന്ന്. ചോദ്യം എന്താണ്? ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എഴുതുക. ഇതിൽ പോയിൻറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തി എഴുതിയിട്ട് വിശദീകരിച്ച് പഠിക്കാം. ഒരു 10 പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയാൽ മതി. ഓക്കെ, ഇവിടെ ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. പേജ് നമ്പർ 67, 68 ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. നിങ്ങളൊരു 10 പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ട് അത് വിശദീകരിച്ചാൽ മതി. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. ഹരിത വിപ്ലവം എന്നാൽ എന്ത്? അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എഴുതുക എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ലിംഗാനുപാതം അഥവാ സ്ത്രീ പുരുഷ അനുപാതം എന്നാൽ എന്തെന്നുള്ളതാണ്. 2 മാർക്കിനെ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ലിംഗാനുപാതം അഥവാ സ്ത്രീ പുരുഷാനുപാതം എന്നാൽ എന്തെന്നുള്ളതാണ്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന കണക്കാണ് ലിംഗാനുപാതം. ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന കണക്കാക്കലാണ് ലിംഗാനുപാതം അഥവാ സ്ത്രീ പുരുഷാനുപാതം. ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് ചോദിക്കും. ചോദ്യം എന്താണ്? ലിംഗാനുപാതം അഥവാ സ്ത്രീ പുരുഷാനുപാതം എന്നാൽ എന്ത്? സെക്സ് റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന കണക്കാണ് ലിംഗാനുപാതം. മനസ്സിലായെന്ന് കരുതുന്നു. ചോദ്യം ലിംഗാനുപാതം അഥവാ സ്ത്രീ പുരുഷാനുപാതം. ഉത്തരം ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന കണക്കാണ് ലിംഗാനുപാതം അഥവാ സ്ത്രീ പുരുഷാനുപാതം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മതനിരപേക്ഷ സെക്കുലറിസം എന്നാൽ എന്ത്? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. സെക്കുലറിസം മതനിരപേക്ഷതയെക്കുറിച്ച് ചോദിക്കും. മതനിരപേക്ഷത ആ പേരിലുണ്ട്. മതനിരപേക്ഷത എന്നാൽ എന്താണ്? ഒരു പ്രത്യേക മതത്തോട് മമത കാണിക്കാത്ത അവസ്ഥയാണ് മതനിരപേക്ഷത. ഒരു പ്രത്യേക മതത്തോട് സ്നേഹം കാണിക്കാത്ത, അതാണ് എല്ലാ ഒരേയുള്ള കാഴ്ചപ്പാട്. അതാണ് എന്ത്? ഈ മതനിരപേക്ഷത അഥവാ സെക്കുലാരിസം. നോക്കാം എന്താ മതനിരപേക്ഷത നോക്കാം. ചോദ്യം മനസ്സിലായല്ലോ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 149 ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 149 ഉത്തരമുണ്ട്. ചോദ്യം മതനിരപേക്ഷത. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ മതാധികാരത്തെയും രാഷ്ട്രീയ അധികാരത്തെയും തമ്മിൽ വേർതിരിക്കുന്നതിനെയാണ് മതനിരപേക്ഷത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ മതാധികാരത്തെയും രാഷ്ട്രീയ അധികാരത്തെയും തമ്മിൽ വേർതിരിക്കുന്നതിനാണ് മതനിരപേക്ഷത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ പറയുന്നത് ആധുനികത, ശാസ്ത്രബോധം, യുക്തിചിന്ത എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കല്പനമാണ് മതനിരപേക്ഷത. ആണ് നിർവചനം. ആധുനികത, ശാസ്ത്രബോധം, യുക്തിചിന്ത എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കല്പനമാണ് മതനിരപേക്ഷത. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ മതാധികാരത്തെയും രാഷ്ട്രീയ അധികാരത്തെയും തമ്മിൽ വേർതിരിക്കുന്നതിനാണ് മതനിരപേക്ഷത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ മതാധികാരത്തെയും രാഷ്ട്രീയ അധികാരത്തെയും തമ്മിൽ വേർതിരിക്കുന്നതിനാണ് മതനിരപേക്ഷത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ആധുനികത, ശാസ്ത്രബോധം, യുക്തിചിന്ത 3 പോയിൻ്റ്. ആധുനികത, ശാസ്ത്രബോധം, യുക്തിചിന്ത എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കല്പനമാണ് മതനിരപേക്ഷത. ജീവിതത്തെയും ലോകത്തെയും മനസ്സിലാക്കുന്നതിനാണ് മതം എന്ന സ്ഥാപനത്തിന് പുറത്ത് യുക്തിപരമായ ബദൽ മാർഗങ്ങൾ അത് നിർദ്ദേശിക്കുന്നു. നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. എല്ലാ മതങ്ങളുടെയും പ്രധാന ആഘോഷ ദിനങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് പൊതു അവധിയായി പ്രഖ്യാപിക്കാറുണ്ട്. എല്ലാ മതങ്ങളുടെയും പ്രധാന ആഘോഷ ദിനങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്? പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. മാത്രമല്ല ഇന്ത്യ ഗവൺമെൻറ് മുസ്ലിം മതവിശ്വാസികൾക്ക് ഹജ്ജ് തീർത്ഥാടനത്തിന് ധനസഹായം നൽകി വരുന്നു. ഇന്ത്യ ഗവൺമെൻറ് ഹിമാലയത്തിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഹിന്ദു തീർത്ഥാടകർക്ക് സഹായം ചെയ്യുന്നു. ഇങ്ങനെ പട്ടാളത്തിൽ തലപ്പാവ് ധരിക്കാൻ അനുമതി കൊടുക്കുന്നു. ഇങ്ങനെ മതപരമായ കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എല്ലാ മതങ്ങളെ എന്ത് ചെയ്യുന്നത്? രാഷ്ട്രം എല്ലാ മതങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം എന്നതാണ് പാശ്ചാത്യ സങ്കല്പം. എന്നാൽ ഇന്ത്യയുടെ മതേതരത്വം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ എന്താണ് മതനിരപേക്ഷത എന്ന്. എന്താ മതനിരപേക്ഷത? ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ മതാധികാരത്തെയും രാഷ്ട്രീയ അധികാരത്തെയും തമ്മിൽ വേർതിരിക്കുന്നതിനാണ് മതനിരപേക്ഷ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ആ ഒരു പോയിന്റ് പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു പ്രത്യേക മതത്തോട് മമത കാണിക്കാത്ത അവസ്ഥയാണെന്ത്? മതനിരപേക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക മതത്തോട് മമത കാണിക്കാത്ത അവസ്ഥ. ഒരു പ്രത്യേക മതത്തോട് മമത കാണിക്കാത്ത അവസ്ഥയാണെന്ത്? മതനിരപേക്ഷത അഥവാ സെക്കുലാരിസം മതനിരപേക്ഷത. പിന്നെ അതിൽ ശരിക്കും നിർവചനം കൊടുക്കേണ്ടത് ആധുനികത, ശാസ്ത്രബോധം, യുക്തിചിന്ത എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കല്പനമാണ് മതനിരപേക്ഷത. ആധുനികത, ശാസ്ത്രബോധം, യുക്തിചിന്ത എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കല്പനമാണ് മതനിരപേക്ഷത. ജീവിതത്തെയും ലോകത്തെയും മനസ്സിലാക്കുന്നതിന് മതം എന്ന സ്ഥാപനത്തിന് പുറത്ത് യുക്തിപരമായ ബദൽ മാർഗങ്ങൾ അത് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണെന്ത്? മതനിരപേക്ഷത. പേജ് നമ്പർ പറഞ്ഞു 149. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ പറഞ്ഞത് ഹരിത വിപ്ലവം എന്നാൽ എന്ത്? അതിൻ്റെ ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ പറഞ്ഞു. പേജ് നമ്പർ 67 ടെക്സ്റ്റ് ബുക്ക് നമ്പർ 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എസ്സേ ആയിട്ടോ ഷോർട്ട് എസ്സേ ആയിട്ടോ വരും. പിന്നെ പറഞ്ഞത് നമ്മൾ എന്താണ് ലിംഗാനുപാതം അഥവാ ലിംഗാനുപാതത്തെക്കുറിച്ച് പഠിച്ചു. പേജ് നമ്പർ 31 ലിംഗാനുപാതം പഠിച്ചു. ലിംഗാനുപാതം അല്ലെ സ്ത്രീ പുരുഷ അനുപാതമൊക്കെ പഠിച്ചു. ലിംഗാനുപാതം പഠിച്ചു. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞത് എന്താണ്? മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷത അത് പേജ് നമ്പർ 159 അത് നിങ്ങൾ ഈ വോയിസ് കേട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.